want to talk to you about stones and baskets. കല്ലുകളും കൊട്ടകളെയും കുറിച്ച് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Stones and baskets. കല്ലുകളും കൊട്ടകളും. Are you ready? ആമേൻ. നിങ്ങൾ തയ്യാറാണോ? Come on, are you ready? നിങ്ങൾ തയ്യാറാണോ? Are you expecting something from the Lord? ദൈവത്തിൽ നിന്ന് ചിലതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? All right, so I want to share this to you. ആമേൻ. ഇത് നിങ്ങളോട് പങ്കിടട്ടെ. One is from Old Testament, other is from New Testament. ഒന്ന് പഴയ നിയമത്തിൽ നിന്നും മറ്റൊന്ന് പുതിയ നിയമത്തിൽ നിന്നുമാണ്. In Old Testament 12 stones. പഴയ നിയമത്തിൽ 12 കല്ലുകൾ. And in New Testament 12 baskets. പുതിയ നിയമത്തിൽ 12 കൊട്ടകൾ. Both of these are going to talk to us. ഇത് രണ്ടും നമ്മളോട് ഇന്ന് സംസാരിക്കാൻ And പോകുകയാണ്. if you keep silent, ആമേൻ. നിങ്ങൾ മൗനമായിരുന്നാൽ these stones will ഈ കല്ലുകൾ ആർക്കുവാൻ തുടങ്ങും. If you remain silent, നിങ്ങൾ മൗനമായിരുന്നാൽ these stones are going to sing. ഈ കല്ലുകൾ പാട്ടുപാടാൻ തുടങ്ങും. Somebody need to praise God. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? Somebody need to praise God. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ I കഴിയും? just want to remind you this. ആമേൻ. ഈ പ്രകാരം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. God does something that should not be forgotten. ആമേൻ. ദൈവം ചെയ്യുന്ന ചില കാര്യങ്ങൾ മറന്നു പോകരുത്. Some prayers are so precious ചില പ്രാർത്ഥനകൾ വളരെ പ്രഷ്യസ് ആണ്. that they should not be buried under the dust of daily life. ആമേൻ. ഓരോ ദൈനംദിനമായ ജീവിതത്തിൽ അത് കുഴിച്ചിടുവാൻ ഇടയാകരുത്. Some miracles are so personal ചില അത്ഭുതങ്ങൾ വ്യക്തിപരമാണ്. that they should not be considered as ordinary. അത് ഓർഡിനറി ആയിട്ട് സ്വാഭാവികമായിട്ട് നാം കാണരുത്. Some deliverances are so powerful ചില വിടുതലുകൾ വളരെ ശക്തിയേറിയതാണ്. that they should be retold again and again. അത് വീണ്ടും വീണ്ടും നാം ഉദ്ധരിക്കേണ്ടത് ആവശ്യമാണ്. Amen. ആമേൻ. But the problem with us is this. പക്ഷെ നമ്മുടെ പ്രശ്നം ഇതാണ്. We are very instinct to expect a miracle. ആമേൻ. നാം വേഗത്തിൽ ഒരു അത്ഭുതം ലഭിക്കുവാൻ വേണ്ടി കാത്തിരിക്കും. And it is that very instant we forget the miracle. ആ ലഭിക്കുന്ന സമയത്ത് തന്നെ അത് മറന്നു കളയുവാൻ നാം വേഗത കാണിക്കും. So let's take one by one. ഓരോന്നോരോന്നായി നമുക്കൊന്ന് ചിന്തിച്ചു In നോക്കാം. Old Testament, പഴയ നിയമത്തിൽ when Israel crossed river Jordan, യോർദാൻ കടക്കുന്ന ആ സമയത്ത് Bible says വചനം പറയുന്നു it was a time of harvest. അത് കൊയ്ത്തിന്റെ സമയമായിരുന്നു. And during the time of harvest, കൊയ്ത്തിന്റെ സമയത്ത് Jordan is overflowing. യോർദാൻ കവിഞ്ഞൊഴുകുന്ന സമയമാണ്. And to those people who went to Israel, ആമേൻ. ഇസ്രായേൽ പോയിട്ടുള്ള come ദൈവമക്കൾക്കറിയാം. on, you remember those days? നിങ്ങൾ ആ ദിവസങ്ങൾ ഓർക്കുന്നുണ്ടോ? We went in this Jordan. നാം ഈ ജോർദാനിൽ ചെന്നു. How many of you remember that? എത്ര പേര് അത് ഓർക്കുന്നുണ്ട്? Right, I personally have gone into that Jordan. ആമേൻ. ഞാൻ വ്യക്തിപരമായി യോർദാനിൽ ഇറങ്ങുവാനിടയായി. Muddy water. ആമേൻ. ആ ചെളിയുള്ള വെള്ളത്തിൽ. Oh my God, I felt like I was getting into a holy water. ആമേൻ. ഞാനൊരു വിശുദ്ധ ജലത്തിലായിരിക്കും കയറുന്നതെന്ന് It was പ്രതീക്ഷിക്കുന്നത്. all muddy water. പക്ഷെ അത് വളരെ ചെളി നിറഞ്ഞ വെള്ളമാണ്. I thought, I don't know how Jesus baptized, how John baptized Jesus there. ആമേൻ. അവിടെ എങ്ങനെ യോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തിയെന്ന് ഞാൻ It's all ചിന്തിച്ചു. muddy water. അത് വളരെ ചെളി നിറഞ്ഞ വെള്ളമാണ്. That's why I remember that one guy who came and told to the prophet, why would we have a baptism here? Why don't I go to some good holy river there? ആമേൻ. എന്തിനു വേണ്ടി ഞാൻ യോർദാനിൽ മുങ്ങണം? ഞങ്ങളുടെ നാട്ടിൽ നല്ല തെളിഞ്ഞ വെള്ളമുള്ളപ്പോൾ എന്ന് ഒരിക്കൽ ഒരു പ്രവാചകനോട് ഒരുത്തൻ വന്ന് പറഞ്ഞു. Anyhow, Israel was in front of Jordan. ആമേൻ. ഇതാ ഇസ്രായേൽ മക്കൾ ഇപ്പോൾ യോർദാന്റെ മുമ്പിലാണ്. Jordan was overflowing. അത് കവിഞ്ഞൊഴുകുകയാണ്. And they could see that next is the land of promise. അതിനുശേഷം വാഗ്ദത്ത നാടാണ്. And then they wanted to cross. ആമേൻ. അവർക്ക് ഇപ്പോൾ ഇത് കടക്കേണ്ടത് The ആവശ്യമാണ്. problem is this. പക്ഷെ പ്രശ്നം ഇതാണ്. Earlier we crossed the sea. ആമേൻ. മുമ്പ് ചെങ്കടൽ കടന്നു. Oh, we crossed Red Sea. ആമേൻ. ചെങ്കടൽ കടന്നതാണ്. But we had Moses. പക്ഷെ നമുക്ക് മോശയുണ്ടായിരുന്നു. We crossed Red Sea. ആമേൻ. അപ്പോൾ മോശയോടൊപ്പം ചെങ്കടൽ കടന്നു. Moses had a rod. മോശയ്ക്ക് ഒരു വടിയുണ്ടായിരുന്നു. But now ഇപ്പോൾ we are in front of Jordan. ഇതാ യോർദാന്റെ We മുമ്പിലാണ്. don't have Moses. മോശ ഇപ്പോൾ ഇല്ല. Who is this new pastor? ഇതാണ് പുതിയൊരു പാസ്റ്റർ. The new guy. ആമേൻ. പുതിയൊരു വ്യക്തി. The associate pastor. അവൻ അസോസിയേറ്റ് പാസ്റ്റർ ആണ്. We don't know how he is going to handle അവൻ this. എങ്ങനെ ഇത് നടക്കുമെന്ന് നമുക്കറിയില്ല. And not only he doesn't have that rod. അവൻ ഇപ്പോൾ ആ വടിയുമില്ല. Man, at least he would have got that rod. അവന് വടിയെങ്കിലും And ഉണ്ടായിരുന്നു. senior pastor went and he didn't even give the rod. സീനിയർ പാസ്റ്റർ ആ വടി കൊടുക്കാതാണ് പോയത്. അടി കൊടുത്തിട്ട് പോയി അല്ലേ? And then he was like, what to do? ആമേൻ. ജനം അപ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല. Lord spoke. അവിടെ ദൈവം സംസാരിച്ചു. God of Moses is still alive. ആമേൻ. മോശയുടെ ദൈവം ജീവനോടെ Moses might not be there. മോശ കാണത്തില്ലായിരിക്കും. Moses' rod will not be there. മോശയുടെ വടിയും But കാണത്തില്ലായിരിക്കും. my anointing is still there. പക്ഷേ ദൈവത്തിന്റെ My hand അഭിഷേകമുണ്ട്. has not gone short. എന്റെ കരം കുറുകായിട്ടില്ല. The next generation will rise up. അടുത്തൊരു തലമുറ എഴുന്നേൽക്കും. Joshua, be strong. ആമേൻ. ജോഷുവേ നീ ഉറച്ചു Joshua, നിൽക്കുക. be strong. യോശുവേ നീ
ഉറച്ചു The God who നിൽക്കുക. allowed to cross the Red Sea. ചെങ്കടൽ കടത്തിയ ദൈവം, This God is again ആ alive. ദൈവം I want to call it to somebody today. ഇവിടെ ആയിരിക്കുന്ന ചിലരോട് വിളിച്ചു പറയട്ടെ, Some of the Red Seas that you have crossed, നിങ്ങൾ കടന്നുപോയ ചില you ചെങ്കടലുകൾ, still remember some of those great people, ആമേൻ, ആ വലിയ ആരെ നിങ്ങൾ ഇപ്പോഴും some of those ഓർക്കുന്നുണ്ടായിരിക്കും, miracles. ആ വലിയ അത്ഭുതങ്ങൾ But ഓർക്കുന്നുണ്ടായിരിക്കും. God is still alive. പക്ഷേ ആ ദൈവം ഇന്ന് If He can ജീവനോടെയുണ്ട്. cross the Red Sea, നിങ്ങളെ ചെങ്കടൽ കടത്തിയിട്ടുണ്ട്. He can cross the Jordan too. യോർദാനെ കടത്തുകയും The God is ചെയ്യും. saying to Joshua, ഇന്ന് ആ ദൈവം യോശുവയോട് പറയുകയാണ്, stand still നീ ഉറച്ചു and നിൽക്കുക, see the salvation of the ഞാൻ Lord. വരുത്തുന്ന രക്ഷ നീ Somebody, കാണുക. can I talk to somebody ആമേൻ, today? ഇന്ന് ചിലരോട് വിളിച്ചു In front of your Jordan, നിങ്ങളുടെ യോർദാന്റെ in front of മുമ്പിൽ, your impossibilities, നിങ്ങളുടെ അസാധ്യത can somebody മുമ്പിൽ stand still എത്ര പേർക്ക് ഉറച്ചു and നിൽക്കുവാൻ see കഴിയും? the salvation of the Lord? യഹോവ അയക്കുന്ന രക്ഷ Somebody need to give a big hand to the Lord and worship the name of the Lord. ചേർത്തടിച്ച ദൈവത്തെ സ്തുതിക്കാമോ? Hallelujah. ഹല്ലേലൂയ. Now they all started. Now the Jordan departed. ആമേൻ, ഇപ്പോൾ യോർദാൻ വേർപിരിക്കുവാനായി. Overflowing Jordan ആമേൻ, ഇതാ കവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന യോർദാൻ departed. അത് പിൻവാങ്ങുവാനിടയായി. It was not a small place that they have to cross. ആമേൻ, ഒരു ചെറിയ ഇടമല്ല അവർക്ക് കടന്നു പോകേണ്ടത്, It was overflowing. അത് കവിഞ്ഞൊഴുകുന്ന ഒരു Both യോർദാനായിരുന്നു. the banks were flooded. ഇരു കരയും അത് Both കവിഞ്ഞൊഴുകുകയായിരുന്നു. of the banks were flooded. ആമേൻ, ഇരു കരവശവും അത് Now കവിഞ്ഞൊഴുകുകയായിരുന്നു. the water departed. ഇപ്പോൾ ആ വെള്ളം പിൻവാങ്ങുവാനിടയായി. One by one they all went. ഓരോരുത്തരായി അവർ കടന്നു They പോകുവാനിടയായി. crossed. അവർ ആ യോർദാൻ കടന്നു. They crossed the Jordan. അവർ യോർദാൻ കടക്കുവാനിടയായി. Came to this place. അവരെ മറുകരയിലെത്തി. When everybody passed on. അവൻ സകലരും മറുകരയിലെത്തിയ ശേഷം Now Joshua is speaking something important. അവൻ ഇപ്പോൾ പ്രാധാന്യപ്പെട്ട ഒരു വസ്തുത And I യോശുവ will പറയുകയാണ്. go expository one by one. അവൻ അതിൽ ഓരോന്നോരോന്നായി ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തി തരാം. You know, the stones that we talk about, നാം ഈ പറയുന്ന ഈ കല്ലുകൾ, that has something very special implication. അവൻ അത് വളരെ പ്രാധാന്യതയുണ്ട്. When they all were this side, അവൻ അവർ മറുവശത്തെത്തിയപ്പോൾ, almost at the promised land, അവൻ വാഗ്ദത്ത നാടിന് ഏതാണ്ട് അടുത്തെത്തിയപ്പോൾ everybody were cheering up. അവരെല്ലാരും Were ആനന്ദിക്കുവാനിടയായി. cheering up. അവരെല്ലാം They were ആനന്ദിക്കുവാനിടയായി. happy. അവര് സന്തോഷമായിരുന്നു. But Joshua said, wait. പക്ഷെ യോശുവ പറഞ്ഞു, നിൽക്ക് Hey, wait. നിൽക്ക്. Come out 12 men out of here. അവൻ നിങ്ങളിൽ നിന്ന് 12 പേര് വാ. Again, 12 men. അവൻ 12 പേര്. What's this 12 men? എന്താണ് ഈ 12 പേരെ കാണിക്കുന്നത്? 12 men. 12 വ്യക്തികൾ. What's that? എന്താണത്? From every single tribe, I need one. ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ എനിക്ക് ആവശ്യമുണ്ട്. Do you know when they traveled, they didn't travel everybody didn't travel together. ആമേൻ, അവർ യാത്ര ചെയ്തപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചല്ല യാത്ര ചെയ്തത്. No, it's like tribe by tribe they travel. ഗോത്രമായിട്ടാണ് അവർ യാത്ര ചെയ്തത്. Yeah, the first one always, you know who is that? ആമേൻ. Judah. ആമേൻ, മുമ്പിൽ യൂദവും. Oh, here it was Levites. ആമേൻ, ഇവിടെ ലേവ്യരായിരുന്നു. They took the Ark of Covenant. അവര് നിയമപ്പെട്ടകം എടുത്തുകൊണ്ട് Group of Levites together. ആമേൻ ഒരുമിച്ച് ലേവ്യർ മുമ്പോട്ട് പോകും. And then Reuben. അതിന്റെ പിന്നാലെ രൂബേൻ, And Simeon. ശിമെയോൻ. Oh, Reuben, Simeon, Levi, Yehuda, Issachar, Zabulun, Dan, Naphtali, Gad, Asher, Manasseh. Everybody together. ആമേൻ, 12 ഗോത്രക്കാർ ഒന്നിനു പുറകെ ഒന്നൊന്നായി അവർ പോകും. Coming one after another. ഒന്നിനു പുറകെ ഒന്നൊന്നായി അവർ All പോകുകയാണ്. the 12 tribes. 12 ഗോത്രക്കാർ. And all the 12 tribes are here. ആമേൻ, 12 ഗോത്രക്കാരും Now മറുവശത്തെത്തി. Joshua said, അപ്പോൾ യോശുവ പറഞ്ഞു, one out of every tribe come out. ഓരോരുത്തരും ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരും പുറത്തു വാ. Go back. ആമേൻ, തിരിച്ചു പോ. Go back. തിരിച്ചു പോ. Go to the middle of the Jordan. യോർദാന്റെ നടുക്ക് പോകാൻ പറഞ്ഞു. You cannot go to the bank. ആമേൻ, അതിന്റെ കരയിലല്ല. Feel how it looked, that middle. ആമേൻ, അതിന്റെ മധ്യഭാഗം എപ്രകാരമെന്ന് Feel it. അതൊന്ന് അനുഭവിച്ചറിയാം. Go to that place. അവിടെ പോയി നിൽക്കുക. They said, oh my God. ആമേൻ, അവർ പറഞ്ഞു, ദൈവമേ, We just crossed. നമ്മളിപ്പോൾ അത് കടന്നതേ You're ഉള്ളൂ. asking me to go back. ഇനി വീണ്ടും അവിടെ പോകാനാണോ പറയുന്നത്? You're not going back to experience that. ആമേൻ, ഇനി അത് പോയി അനുഭവിക്കുവാനല്ല, Go back. പോകുക. And from the middle of the Jordan, ആമേൻ, അതിന്റെ മധ്യത്തിൽ നിന്നും pick some stones. അവിടുന്ന് ചില കല്ലുകൾ എടുക്കുക. Pick some stones. ആമേൻ, ചില കല്ലുകൾ എടുക്കുക. Each tribe pick one stone. ഓരോ ഗോത്രക്കാരും ഓരോ കല്ല് വീതം എടുക്കുക. And what he said, എന്നിട്ട് എന്താണ് പറഞ്ഞേ? pick the stone. ആമേൻ, അവരാ കല്ലെടുക്കുക. And not just picking and putting in the pocket. ആമേൻ, എടുത്ത് പോക്കറ്റിൽ ഇടുകയല്ല. That would have been easy. അത് എളുപ്പമായിരിക്കും. Said, pick a stone. കല്ലെടുക്കുക. Carry it on your അത് shoulder. നിങ്ങളുടെ തോളിൽ ചുമക്കണം. It's not like a small stone here. അത് ചെറിയ ഒരു കല്ലല്ല എടുത്തത്. No. Amen. Heavy laden stone. ആമേൻ, വലിയ കല്ലാണ്. And pick that stone. അത്
എടുക്കുക, carry it in your അത് shoulder. തോളിൽ ചുമന്നുകൊണ്ട് All the 12 people ഈ 12 പേരും bring 12 stones. 12 കല്ലെടുത്തുകൊണ്ട് Get to the place. അവര് വന്ന് Hallelujah. Get to a place. ഒരു ഇടത്ത് വന്ന് And he asked them to take it to Gilgal. അത് ഗിൽഗാലിൽ കൊണ്ടുവരാൻ പറഞ്ഞു. Place the 12 stones there. അവിടെ 12 കല്ല് അവിടെ നാട്ടുവാൻ പറഞ്ഞു. Here is where you hear 12 stone, 12 stone. അവിടാണ് ഈ 12 കല്ലെന്ന് കേൾക്കുന്നത്. 12 stone. അവിടുന്നാണ് They 12 bought that 12 stone. അവർ 12 കല്ലെടുത്ത്. Now remember this. ഒരു കാര്യം ഓർക്കുക. Why did God ask this to do? എന്തിനാണ് ഇത് ചെയ്യുവാൻ ദൈവം പറഞ്ഞത്? Amen. Amen. The very first thing. ഒന്നാമത്തെ വസ്തുത Remembrance. അത് ഓർക്കുവാൻ The വേണ്ടിയാണ്. very first thing is ഒന്നാമതായി remembrance. അത് ഓർക്കുവാൻ വേണ്ടിയാണ്. Amen. When you talk about remembrance, ഈ ഓർമ്മപ്പെടുത്തലിനെ കുറിച്ച് പറയുമ്പോൾ what does that mean? എന്താണ് അതുകൊണ്ട് When ഉദ്ദേശിക്കുന്നത്? you're getting to this stone, നാം ഈ കല്ലിന്റെ അടുക്കെത്തുമ്പോൾ that you should remember നിങ്ങൾ ഓർക്കണം that you crossed Jordan. നിങ്ങൾ ഈ യോർദാൻ കടന്നതാണ്. And when you cross Jordan, നിങ്ങൾ യോർദാൻ കടന്നപ്പോൾ it is easy for us to forget it soon. അത് എളുപ്പം മറന്നു പോകാനുള്ള But I സാധ്യതയുണ്ട്. want you to carry a stone. പക്ഷേ നിങ്ങൾ ഒരു കല്ല് ചുമക്കേണ്ടത് ആവശ്യമാണ്. You need to carry a stone നിങ്ങൾ ഒരു കല്ല് ചുമക്കേണ്ടത് where you will ആവശ്യമാണ്. remember the pain when you went through that Jordan. നിങ്ങൾ യോർദാൻ കടന്നപ്പോഴുള്ള വേദന ഓർക്കുവാൻ വേണ്ടി. Come on, go to the middle of Jordan. യോർദാനിന്റെ മധ്യത്തിലേക്ക് നിങ്ങൾ ഒന്ന് ഇറങ്ങുക. Middle of Jordan. യോർദാനിന്റെ മധ്യത്തിലേക്ക് ഒന്ന് ഇറങ്ങുക. Not the bank. അതിന്റെ കരയിലൊന്നുമല്ല. Not to the other bank. ഏതോ ഒരു കരയിലല്ല. Not to the shallow place. അതിന്റെ ഏറ്റവും ആഴം കുറഞ്ഞ In ഇടമല്ല. the depth of your pain. പക്ഷേ വേദനയുടെ ഏറ്റവും The നടുവക്കത്ത്. depth of your despair. നിങ്ങളുടെ വിഷമത്തിന്റെ ഏതോ The മധ്യത്തിൽ. depth of your confusion. നിങ്ങളുടെ കൺഫ്യൂഷന്റെ The depth of your മധ്യഭാഗത്തിൽ. doubt. നിങ്ങളുടെ സംശയത്തിന്റെ Pick മധ്യത്തിൽ. up some stones. ചില കല്ലുകൾ പറക്കിയെടുക്കുക. Pick up some ചില stones. കല്ലുകൾ പറക്കിയെടുക്കുക. You know why? എന്തിനു വേണ്ടി? This is to remember. ഇത് ഓർക്കുവാനാണ്. God has made us to pass through this. ദൈവം ഇതിൽ കൂടി നമ്മളെ കടത്തിയിട്ടുണ്ട്. And we made it. നമ്മൾ അവിടെ It മറുകരയിലെത്തി. was not our strength. ഇത് നമ്മുടെ ശക്തി കൊണ്ടല്ല. Come on, it was not our strength. ഇത് നമ്മുടെ ആരോഗ്യം കൊണ്ടല്ല. Somebody need to remember this. എത്ര പേർക്ക് ഇത് ഓർക്കുവാൻ കഴിയും? Come on, think about your Jordan. നിങ്ങളുടെ യോർദാൻ ഒന്ന് ഓർത്തു നോക്കിയേ. My brother, think about the Jordan. സഹോദര യോർദാൻ ഓർത്തു Sister, നോക്കിയേ. think about the Jordan. യോർദാൻ ഒന്ന് ഓർത്തു നോക്കിയേ. You were all alone. നിങ്ങൾ ഏകരായിരുന്നു. There was nobody to help you. സഹായിക്കുവാൻ ആരുമില്ലായിരുന്നു. Jordan of that deathbed. മരണക്കിടക്കയുടെ യോർദാൻ. Jordan of the deathbed. മരണക്കിടക്കയുടെ യോർദാൻ. You know what does that middle means? അതിന്റെ മധ്യം എന്താണ് കാണിക്കുന്നത്? Middle means we have come so far. നാം ഒരുപാട് സഞ്ചരിച്ചെത്തി. I cannot go back now. ഇനി എനിക്ക് തിരിച്ചു പോകുവാൻ കഴിയില്ല. I came so far. ഞാൻ ഇവിടെ എത്രത്തോളം എത്തി. I cannot go back. ഇനി എനിക്ക് പിന്തിരിഞ്ഞു പോകാൻ കഴിയില്ല. But I'm not there where I should be. പക്ഷെ ഞാൻ എത്തേണ്ടടുത്ത് എത്തിയിട്ടുമില്ല. That looks so far. അതും എനിക്ക് വിദൂരമായി I തോന്നുന്നു. cannot see everything clear. എനിക്കെല്ലാം കാണുവാൻ കഴിയുന്നില്ല. The other shore looks confusing. മറുകര എനിക്ക് സംശയമായി I തോന്നുന്നു. don't know about that. അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. But even now, it's high time I cannot go back. പക്ഷെ എനിക്ക് ഇനി തിരിഞ്ഞു പോകുവാനും എനിക്ക് You കഴിയില്ല. are in the middle. നിങ്ങൾ മധ്യഭാഗത്ത് The Spirit of the Lord talked to some people here. പരിശുദ്ധാത്മാവ് ചിലരോട് സംസാരിക്കുകയാണ്. Somebody, you have gone so far. നിങ്ങൾ ഒരുപാട് സഞ്ചരിച്ചു. You are not able to go back. ഇനി പിന്തിരിഞ്ഞു പോകുവാനും But കഴിയില്ല. even the front is not clear. ഇനി മുമ്പോട്ട് എന്താണെന്ന് The direction is not clear. മുമ്പോട്ടുള്ള Can direction I speak prophetically to you? പക്ഷെ നിങ്ങളുടെ പ്രവചന ശബ്ദത്തിൽ വിളിച്ചു Carry on some stones on your shoulder. നിങ്ങളുടെ തോളിന്മേൽ ചില കല്ലുകൾ വഹിക്കുക. Those stones are heavy stones. അത് വളരെ ഭാരമേറിയതായിരിക്കാം. It's not easy. അത് എളുപ്പമല്ല. How many of you think about such Jordans? യോർദാൻ എത്ര പേർ ചിന്തിക്കുന്നുണ്ട്? How many of you know about that Jordan? യോർദാൻ എത്ര പേർക്ക് ഓർമ്മ വരുന്നുണ്ട്? Can I see some witnesses here? എത്ര പേർക്ക് അത് സാക്ഷ്യമായി കരങ്ങൾ ഉയർത്തി പറയാൻ രോഗത്തിന്റെ കഴിയും? യോർദാനിൽ കൂടി കടന്നുപോയ ചില ജീവിതങ്ങളുള്ള ദൈവത്തെ ആത്മാവ് സംസാരിക്കുന്നത്. The Spirit of God is speaking to certain who have passed through these Jordans of your life. പകുതി വഴി വന്നപ്പോൾ When you reach halfway, മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ when you have seen death face to face, തിരിച്ചു പോകാൻ പറ്റത്തില്ല. you cannot go back. മുൻപോട്ട് പോകാൻ പറ്റുന്നില്ല. You cannot even go forward. മധ്യത്തിൽ കടന്ന ചില ജീവിതങ്ങളെ നോക്കി. To people who were stuck in the middle. മധ്യത്തിൽ കടന്ന ചില ജീവിതങ്ങളെ നോക്കി. To people who were stuck in the middle. മരണഭയം വന്നപ്പോൾ, when you were having the fear of death, രോഗം വന്നപ്പോൾ, when you had sickness, ക്ഷീണം വന്നപ്പോൾ, when you were weak,
break. തകർന്നു പോകും When you ചിന്തിച്ചപ്പോൾ, thought you would be destroyed. തലമുറകൾ തകർന്നു പോകും ചിന്തിച്ചപ്പോൾ, When you thought your generation will be കുടുംബങ്ങൾ destroyed. തകർന്നു പോകുമെന്ന് You ചിന്തിച്ചപ്പോൾ, thought your family will be destroyed. ദൈവത്തിന്റെ ആത്മാ പറയുന്നു, The Spirit says, ലോകം മൊത്തം നിന്നെ തകർച്ച നോക്കിയപ്പോൾ, oh, when the entire world looked for your നീ destruction. കല്ല് ചുമക്കുന്നത് പോലെ, Oh, just like how you picked up നീ the നിന്റെ stone. തോളേൽ കല്ല് ചുമക്കുന്നത് Just പോലെ, like how you carried the stone on എന്റെ your ദൈവം shoulder. നിന്നെ ചുമന്നതാണ്. My God carried you. നീ ഇവിടെ വരെ വന്നതേ, Amen. You reached thus far. നീ നടന്നു വന്നതല്ല. Amen. It is not that you walked. എന്റെ ദൈവം നിന്റെ ചുമതല അവൻ വഹിച്ചതുകൊണ്ട് നീ ഇവിടെ വരെ It വന്നതാണ്. is my God who carried you on his shoulder. That is why you reached thus far. I want to speak to somebody today. ഇവിടെ ആയിരിക്കുന്ന ചിലരോട് വിളിച്ചു How many of you feel that God is carrying you? അവൻ എത്ര പേർക്ക് ഉറപ്പുണ്ട് How many of you can say God has carried me? ദൈവം എന്നെ വഹിക്കുന്നു. I never thought to come to this country. ഞാൻ ഈ ദേശത്ത് എത്തുമെന്ന് വിചാരിച്ചില്ല. I was in that Jordan. ഞാൻ ആ യോർദാനിലായിരുന്നു. Jordan of death. ആമേൻ. മരണത്തിന്റെ യോർദാൻ. Jordan of death. ആമേൻ. കടത്തിന്റെ യോർദാൻ. Jordan of financial crisis. ആമേൻ. സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ യോർദാൻ. Jordan of poverty. ആമേൻ. അത് പോവർട്ടിയുടെ യോർദാൻ. Jordan of rejection. അത് തിരസ്കരണത്തിന്റെ യോർദാൻ. Jordan of sickness. അത് രോഗത്തിന്റെ യോർദാൻ. Jordan that destroyed everything. ആമേൻ. സകലതും നിർമൂലമാക്കുന്ന ഒരു യോർദാൻ. But thank God. പക്ഷേ ദൈവത്തിന് നന്ദി. Today we are this side. ആമേൻ. ഇന്ന് നാം മറുകരയിലേക്ക് We are this side. നാം അതിന്റെ മറുകരയിലേക്ക്. God has brought us thus far. ദൈവം നമ്മളെ ഇത്രത്തോളം എത്തിച്ചു. We didn't know how we can survive. ആമേൻ. എങ്ങനെ ഇനി മുമ്പോട്ട് ജീവിക്കുമെന്നറിയില്ല. സർവൈവ് ചെയ്യുമെന്ന് ചിന്തിച്ചിട്ടില്ല. We never thought we would survive. പക്ഷേ ഓരോ കല്ലുകൾ ഉയർത്തുമ്പോൾ, But each and every stone that ഓരോ is lifted കല്ലുകൾ up, പൊക്കുമ്പോൾ, when we lift up each and every stone, യോർദാനെ കടത്തിയ ദൈവം വീണ്ടും നിന്നെ കടക്കാതിരിക്കുമോ? Amen. The God who brought you up until now, He is faithful to lead you ഈ again. യോർദാൻ കടത്തി വിട്ടിട്ടുണ്ടെങ്കിൽ, Amen. If God has made you to pass through അടുത്ത Jordan, പ്രതികൂലത്തെ നേരിടാനുള്ള ചങ്കുറ്റവും ഉറപ്പും Amen. ധൈര്യവും എന്റെ ദൈവം നിനക്ക് നൽകി തരും. വിശ്വസിക്കുന്നവർ ആ കരങ്ങൾ തട്ടി ആത്മാവിൽ പ്രതികരിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്തു. God would give you the strength and boldness to challenge any struggles that comes before you. Give the Lord a mighty shout of praise. Why? എന്തുകൊണ്ട് These stones talk. ഈ കല്ലുകൾ ആർക്കുമെന്ന് പറയുന്നു? These stones preach this. ആമേൻ. ഈ കല്ലുകൾ ഇത് പ്രസംഗിക്കില്ല. God did it. ദൈവം ചെയ്തു. God did it. ദൈവം ചെയ്തു. And those who are right now in the middle of Jordan, ആമേൻ. ഇന്ന് യോർദാന്റെ മധ്യഭാഗത്ത് you might നിൽക്കുന്നവർ, not be there. നിങ്ങൾ അതിന്റെ മറുകരത്ത് എത്തിയിട്ടില്ലായിരിക്കും. Pick up some stones. പക്ഷേ അവിടെ നിൽക്കുമ്പോൾ ചില കല്ലുകൾ എടുക്കുക. വളരെ കഠിനമായ ചില കല്ലുകളുണ്ടല്ലോ, ആമേൻ. There are some heavy stones. തകർന്നു പോകുന്ന ചിന്തിച്ച ചില സ്ഥാനങ്ങളുണ്ട്. Amen. Places you thought you will be destroyed. ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, In the spirit, let me declare it to you. ചിലരൊക്കെ മുഖം എന്റെ മുമ്പിൽ വരുന്നുണ്ട്. Amen. Certain faces are coming before me. തകർച്ചയുടെ പടുക്കുഴിയിൽ Amen. In the depth of your destruction. കൂടെ നിൽക്കേണ്ടയോട് വിട്ടുപോയപ്പോൾ, The people who you thought would stand with you have തകർന്നു departed പോയതാ you. നീ, തകർന്നു പോയത്. Amen. You thought you will be destroyed. കരം പിടിച്ച് ഇവിടെ വരെ നടത്തിയതാ. Amen. But the Lord held your hand and brought ഇവിടെ you വരെ this നീ far. വന്നതല്ല, It is not your strength അവൻ that you നിന്നെ brought this കൊണ്ടുവന്നതാ. far. It is God who brought you ചിലരുടെ here. മുഖം ദൈവാത്മാ എന്നെ ഇങ്ങനെ Amen. The Lord കാണിച്ചുകൊണ്ടിരിക്കുന്നു. is showing me some നിന്നെ നോക്കി faces. ദൈവാത്മാ പറയുവാ, And looking unto you, the Lord says, സഹോദര തകർന്നു പോകുന്നു ചിന്തിച്ചതാ. Amen. You thought you would be destroyed. ആരെ മുമ്പിൽ മുമ്പോട്ട് വരാൻ പറ്റാതിരുന്നതാ. Oh, you couldn't come forth before anyone else. ആരെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല You ചിന്തിച്ചതാ. thought you cannot stand before anyone. ശവപ്പെട്ടി കാത്തിരുന്നവരുണ്ട്. There were people who waited for മരിച്ചാ coffin. മതിയെന്ന് ചിന്തിച്ചിട്ടുണ്ട്. There were people who thought, let me പക്ഷെ die. അവിടുന്ന് നിന്നെ ഇവിടെ വരെ But if കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, God has brought you നിന്നെ thus far, തകർക്കാനല്ല ദൈവത്തിന്റെ പദ്ധതി. God's plan is not to destroy ദൈവത്തിന്റെ you. വാഗ്ദത്ത ദേശം വരെ എത്തിക്കുവാൻ എന്റെ Amen. ദൈവം ശക്തനായ Amen. ദൈവമാണ്. God is faithful and strong enough to take you to the promised land. Amen. 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 God would have simply allowed you to drown in that ആ Jordan. യോർദാനിൽ ദൈവത്തിന് എളുപ്പത്തിൽ മുക്കിക്കളയാമായിരുന്നു. But God led you thus far. പക്ഷേ ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നു. You know why? എന്തിനു വേണ്ടി അറിയാമോ? It's a story of remembrance. അത് ഓർക്കുവാൻ വേണ്ടിയുള്ള ഒരു സാക്ഷ്യമത്രേ. Amen. Amen. So whenever you see some stones, ആമേൻ. എപ്പോഴൊക്കെ നിങ്ങൾ ഇപ്രകാരം കല്ലുകൾ കാണുമ്പോൾ, gather some stones. ആമേൻ, ഇപ്രകാരമുള്ള കല്ലുകൾ In എടുക്കുക. every heart, ആമേൻ. ഓരോ ഹൃദയത്തിലും gather one stone. ഒരു കല്ലെടുക്കുക. In every death situation, ഓരോ മരണക്കിടക്കയിലും gather some stone. ചില കല്ലുകൾ അവിടുന്ന് എടുക്കുക. In every accident, ഓരോ അപകടത്തിൽ നിന്നും gather some stones. ചില കല്ലുകൾ എടുക്കുക. Every rejection, ഓരോ തിരസ്കരണത്തിലും gather some stones. ചില കല്ലുകൾ എടുക്കുക. In your failure, നിങ്ങളുടെ തോൽവിയിൽ oh, gather some stones. അവിടുന്ന് കല്ലുകൾ എടുക്കുക. In your success, നിങ്ങളുടെ ഉയർച്ചയിലും gather some ചില stones. കല്ലുകൾ എടുക്കുക. Oh, it all mix of ആമേൻ. experiences. ജീവിതത്തിന്റെ എല്ലാ But in മേഖലയിലും every area, എല്ലാ മേഖലയിലും
മേഖലയിലോ my God will remind you, എന്റെ ദൈവം look ഓർമ്മപ്പെടുത്തും. unto these ഈ stones. കല്ലുകളെ നിങ്ങൾ നോക്കുക. I am the same God, ഞാൻ അതേ ദൈവമാണ്. God of Abraham, അബ്രഹാമിന്റെ, God of Isaac, ഇസ്ഹാക്കിന്റെ, God of Jacob, യാക്കോബിന്റെ, God of Moses, മോശയുടെ, God of Joshua, യോശുവയുടെ, God of Paul, ആമേ പൗലോസിന്റെ, God of Peter. പത്രോസിന്റെ, I am the same yesterday, ഞാൻ today, and for. ഇന്നലെയും ഇന്നും എന്നെന്നും അനന്യനായ ദൈവം. Can we give a big hand to the Lord? ആ കരങ്ങളെ Come on, hallelujah. Hallelujah. Every stone will declare, ആമേൻ. ഓരോ കല്ലുകളും വിളിച്ചു പറയും, the crossing was not our strength, ആമേൻ, ഈ കടന്നുപോയത് നമ്മുടെ ആരോഗ്യം കൊണ്ടല്ല, not our wisdom, നമ്മുടെ ജ്ഞാനം കൊണ്ടല്ല, not our strategy. നമ്മുടെ സ്ട്രാറ്റജി കൊണ്ടല്ല. This was Lord. ഇത് ദൈവമത്രേ ചെയ്തത്. This was Lord. ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു. Amen. ആമേൻ. Next thing is, അതിന്റെ അടുത്തത് what I see here, ഞാൻ കാണുന്നത്, every tribe needed a testimony. ആമേൻ, ഓരോ ഗോത്രത്തിനും ഒരു സാക്ഷ്യം ആവശ്യമായിരുന്നു. See, Joshua chapter 4 verse 2 and 5 says, ആമേൻ. യോശുവയുടെ പുസ്തകം 4-ാം അധ്യായം 2-3 വാക്യം പറയുന്നു. and a simple translation into Malayalam, okay? When the whole nation has finished crossing, ആമേൻ. ആ മുഴുവൻ ജാതിയും ജോർദാൻ കടന്നതിന് the ശേഷം Lord said to Joshua, യോശുവയുടെ ദൈവം പറഞ്ഞു, choose 12 men ആമേൻ, 12 പുരുഷന്മാരെ from തിരഞ്ഞെടുക്കുക. among the people, ആമേൻ. ജനത്തിൽ നിന്നും, one from each tribe, ഓരോ ഗോത്രത്തിൽ നിന്നും, and tell them എന്നിട്ട് അവരോട് പറയുക, take up 12 stones ആമേൻ, 12 കല്ലെടുത്ത് from the middle of the Jordan, യോർദാന്റെ മധ്യഭാഗത്തിൽ നിന്നും, from right where the priests are standing, ആമേൻ, പുരോഹിതന്മാർ നിൽക്കുന്നിടത്തു നിന്ന്, carry them over with you. ആമേൻ, അത് നിങ്ങളോ എടുക്കുക. Do you see what it says? ആമേൻ. ഇവിടെ പറയുന്നത് എന്തെന്നറിയാമോ? Each tribe should take one. ഓരോ ഗോത്രത്തിൽ നിന്നും ഒരു You know കല്ലെടുക്കണം. why? എന്തിനു വേണ്ടി അറിയാമോ? When Levi were walking ആമേൻ. ലേവ്യർ നടക്കുമ്പോൾ through this Jordan, ഈ യോർദാനിൽ കൂടെ their experience was different അവരുടെ അനുഭവം വ്യത്യസ്തമാണ്. because they were taking the Ark of Covenant. കാരണം അവരെ നിയമപ്പെട്ടകവും പിടിച്ചുകൊണ്ടാണ് അവർ When കടക്കുന്നത്. Reuben tribe walked, ആമേൻ. റൂബന്റെ ഗോത്രം നടക്കുമ്പോൾ their experience was completely different. അവരുടെ അനുഭവം മറ്റു വ്യത്യസ്തമാണ്. The group were together. അവരുടെ കൂട്ടം ഒരുമിച്ചാണ്. Their talks were different from the talks of Levites. ആമേൻ. ലേവ്യർ സംസാരിച്ച വ്യത്യസ്ത കാര്യങ്ങളാണ് റൂബൻ ഗോത്രം Their സംസാരിക്കുന്നത്. fear was different from the Levites. ആമേൻ. ലേവ്യരുടെ ഭയത്തെക്കാളും വ്യത്യസ്തമാണ് Then രൂപന്റെ. comes Simeon. ആമേൻ. അതിനുശേഷം ഷിമെയോൻ ഗോത്രം They are വരുന്നു. looking to quarrel something. ആമേൻ. അവര് മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. They are ready to fight. അവര് യുദ്ധം ചെയ്യാൻ വഴക്കിടാൻ വേണ്ടി തയ്യാറാണ്. This is different. ആമേൻ. അവരുടെ അനുഭവം വ്യത്യസ്തമാണ്. The whole church is different. ആമേൻ. സഭ മൊത്തത്തിൽ വ്യത്യസ്തമാണ്. Oh, Levites, prayer, faith, going. ആമേൻ. ലേവ്യര് പ്രാർത്ഥന, വിശ്വാസം മുമ്പോട്ട് പോകുന്നു. Reuben, റൂബൻകാര്, should we go with these guys? ആമേൻ, ഇവരോടൊപ്പം പോണോ? Man, are we safe? സംരക്ഷണം കിട്ടുമോ? Don't know what these crazy guys are doing. ആമേൻ. ഈ വ്യക്തികൾ എന്താ ചെയ്യുന്നത് നമുക്ക് ഒരു പിടിയില്ല. And then Simeon says, ആമേൻ. പുറകെ വരുന്ന ഷിമെയോൻകാര്, I don't know why they are going, why Reuben is going. ആമേൻ, അവര് പോകുന്നതുകൊണ്ട് എന്തിനാ റൂബൻ പോകേണ്ട They are ആവശ്യം? completely different. അവര് അതിലും വ്യത്യസ്തമാണ്. Ready with weapons. ആമേൻ. അവര് ആയുധമായി റെഡിയാണ്. God is different. ആമേൻ. അതിലും വ്യത്യസ്തമാണ് ഗാദ്. What am I getting out of it? ആമേൻ. ഇതിൽ നിന്ന് എനിക്കെന്ത് ലഭിക്കും? What am I getting? ഇതിൽ നിന്ന് എനിക്കെന്ത് ലഭിക്കും? 12 പേർക്കും 12 സ്വഭാവം. ആമേൻ. 12 tribes with 12 different habits and characters. 500 കാര്യം പറയണോ? Should we say about 500? Everybody has a different experience. ആമേൻ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവമാണ്. But the good thing is, പക്ഷേ അതിൽ നല്ലൊരു God said കാര്യം, everybody pick a stone. ആമേൻ, ഓരോരുത്തരും ഓരോ കല്ലെടുക്കണം. Your challenge was different from the challenge of Levites. ആമേൻ. ലേവ്യരിൽ നിന്നും വ്യത്യസ്തമാണ് നിങ്ങളുടെ വെല്ലുവിളി. God's challenge was different from Asher. ആമേൻ. ആശേറിനുള്ള വെല്ലുവിളിയല്ല ഗാദിനുള്ളത്. Reuben's challenge was something different from Simeon. ആമേൻ. സിമിയോനിന്റെ വെല്ലുവിളിയല്ല റൂബനിലുള്ളത്. Manasseh was completely different than Ephraim. ആമേൻ. മനശ്ശെയും എഫ്രൈമും അവർക്ക് വ്യത്യസ്തമായ Everybody had വെല്ലുവിളികളാണ്. a different experience. ഓരോരുത്തർക്കും വ്യത്യസ്തമായ God അനുഭവമാണ്. said, ദൈവം പറഞ്ഞു, Your experience may be different. ആമേൻ, നിങ്ങളുടെ അനുഭവങ്ങൾ വ്യത്യസ്തമായിരിക്കും. God is the same God. പക്ഷേ ദൈവം അതേ ദൈവം God തന്നെയാണ്. of Levites or the God of Reuben. ആമേൻ. ലേവ്യരുടെ ദൈവം തന്നെയാണ് God റൂബന്റെ of ദൈവം. Reuben is the same God of Simeon. ആമേൻ. റൂബന്റെ ദൈവം തന്നെയാണ് ശിമെയോന്റെ ദൈവം. Simeon's God is a God of Asher. ആമേൻ. ശിമെയോന്റെ ദൈവം തന്നെയാണ് Asher ആശേറിന്റെ God ദൈവം. is a God of Ephraim. ആമേൻ. ആശേറിന്റെ തന്നെയാണ് Somebody എഫ്രൈമിന്റെ need to ദൈവം. praise God today. എത്ര പേർക്ക് ആ ദൈവത്തെ Come on, സ്തുതിക്കുവാൻ കഴിയും? everybody has a unique experience. ആമേൻ. ഓരോരുത്തർക്കും അവരുടേതായ Come on, അനുഭവമുണ്ട്. everybody has a unique experience. ഓരോരുത്തർക്കും അവരുടേതായുള്ള How many of you അനുഭവമുണ്ട്. can praise God? പക്ഷേ എത്ര പേർക്ക് ദൈവത്തെ Your സ്തുതിക്കുവാൻ stone is കഴിയും? different than my stone. നിങ്ങളുടെ കഥയല്ല എന്റെ കഥ. My stone is different from your stone. നിങ്ങളുടെ കല്ലല്ല എന്റെ കല്ല്. My story is different from your story. എന്റെ കല്ലും കഥയും But we all have one story in common. പക്ഷേ നമുക്ക് ഒരുമിച്ച് പറയുവാൻ ഒരു ചരിത്രമുണ്ട്. Up to this day, ഈ ദിവസം വരെ I didn't come with my strength. ഞാൻ എന്റെ ആരോഗ്യം കൊണ്ടല്ല എത്തിയത്. Levites cannot say came with
the anointing. ആമേൻ അഭിഷേകം കൊണ്ടല്ല ഞാൻ എത്തിയത്. Oh, Levites cannot say it's my anointing. ഓ എന്റെ അഭിഷേകമല്ല. Reuben cannot say it's my skill. ആമേൻ റൂബന് പറയാൻ പറ്റത്തില്ല എന്റെ സ്കില്ല് കൊണ്ടാണ്. Simeon cannot say it's because of my battle experience. ഓ എനിക്ക് യുദ്ധം ചെയ്ത പരിചയം കൊണ്ടല്ല എന്ന് പറയാൻ Judah പറ്റില്ല. cannot say because of my praise. ആമേൻ യൂദയ്ക്ക് എന്റെ സ്തോത്രം സ്തുതി കൊണ്ടല്ല എന്ന് പറയാൻ Everyone പറ്റില്ല. can say one thing. പക്ഷേ എല്ലാവർക്കും ഒരു കാര്യം പറയാൻ കഴിയും. If my God was not there, ആമേൻ എന്റെ ദൈവമില്ലായിരുന്നെങ്കിൽ oh, nothing would have worked. ഒന്നും പ്രവർത്തിക്കത്തില്ലായിരുന്നു. കല്ലുകളൊന്ന് ഉയർത്തി പിടിക്കാൻ പറ്റുമോ? Oh, can we just lift up our hands? അവരുടെ കല്ലുകളൊന്ന് ഉയർത്തി പിടിക്കാൻ Can we പറ്റുമോ? just lift up our stones? വിളിച്ചു പറ ദൈവമില്ലായിരുന്നെങ്കിൽ And can we say if God has ഞാനൊക്കെ not been there? പെട്ടുപോയനെ Oh, I would have been destroyed. തകർന്നു പോയനെ. I would have been destroyed. ഇവിടെ വരെ നിർത്തിയത് ദൈവത്തിന്റെ കൃപയത്രേ. But it is God's grace that brought me ഒന്ന് this കരങ്ങൾ far. തട്ടി ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ? Put our hands together and worship the Lord. Each one of you need a testimony. Amen. ഓരോരുത്തർക്കും സാക്ഷ്യം ആവശ്യമാണ്. Each one of you need a testimony. നിങ്ങളിൽ ഓരോരുത്തർക്കും സാക്ഷ്യം ആവശ്യമാണ്. Think about if one person goes and bring 12 stones. ആമേൻ ഒരു വ്യക്തി പോയി 12 കല്ലെടുക്കുന്നത് ഒന്ന് ഓർത്ത് നോക്കിയേ. പോക്കറ്റിനകത്ത് കൊണ്ടുവന്ന് പിടിച്ചോ. ആമേൻ imagine if they put it in the pocket and brought. Just think about what happened. ആമേൻ എന്ത് സംഭവിക്കും നോക്കിയേ. They will say, അവര് പറയും we didn't go. ഞങ്ങൾ പോയില്ല, We don't know. ഞങ്ങൾക്കറിയില്ല. You bought it. അവൻ നിങ്ങൾ കൊണ്ടുവന്നു, It's your stone. അത് നിങ്ങളുടെ കല്ലാണ്. God said everybody need a stone. ദൈവം പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ കല്ല് ആവശ്യമാണ്. Amen. ആമേൻ. It's not the story of Shibu Thomas. ആമേൻ ഇത് ഷിബു തോമസിന്റെ It's കഥയല്ല. not the story of Danny David. ആമേൻ ഡാനി ഡേവിഡിന്റെ കഥയല്ല. It's not the story of anybody else. ആമേൻ മറ്റൊരു വ്യക്തിയുടെയല്ല. It's your story. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ Everybody need a stone. ഓരോരുത്തർക്കും ഓരോ കല്ല് Come on, ആവശ്യമാണ്. come on, lift that stone and praise God. ആമേൻ ഇന്ന് ആ കല്ല് ഉയർത്തിയൊന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? മരണം വന്നപ്പോൾ, ആമേൻ when death came, when somebody important was removed out of your life, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പരമപ്രധാനമായ ഒരു വ്യക്തിയെ എടുത്തു മാറ്റിയപ്പോൾ, when somebody just disappeared, ആമേൻ ആ വ്യക്തി മാറിപ്പോയപ്പോൾ, it was a heavy Jordan. അതൊരു ഭാരമേറിയ ഒരു യോർദാനായിരുന്നു. When you were on the deathbed, ആമേൻ നിങ്ങൾ ആ when മരണക്കിടക്കയിലായിരുന്നപ്പോൾ, doctors said you will not survive, ആമേൻ ഇനി മുമ്പോട്ട് പോകില്ലെന്ന് ഡോക്ടർമാർ that was പരിധിയിലെപ്പോൾ, the middle of the Jordan. അതായിരുന്നു യോർദാന്റെ മധ്യഭാഗം. When you lost your job നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടപ്പോൾ, and visa process stopped, ആമേൻ വിസ പ്രോസസ് nothing is നിന്നുപോയപ്പോൾ, working, ഒന്നും പ്രയോജനമില്ലാതിരുന്നപ്പോൾ, middle of your Jordan, അതായിരുന്നു നിങ്ങളുടെ യോർദാന്റെ God മധ്യഭാഗം. says, ദൈവം പറയുന്നു pick some stones. അവിടുന്ന് ചില കല്ലുകൾ എടുക്കുക, These stones will talk. ഈ കല്ലുകൾ സംസാരിക്കുവാനിടയാകും. And when I talk about these stones, ആമേൻ ഈ കല്ലുകളെ കുറിച്ച് ഞാൻ പറയുമ്പോൾ, fast forward ആമേൻ മുമ്പോട്ട് പോകുമ്പോൾ, from Joshua to Yeshua, ആമേൻ യോശുവയിൽ നിന്നും യേശുവിലേക്ക് നമ്മൾ വരും. come to Jesus. ആമേൻ കർത്താവായ യേശുവിലേക്ക്. In Matthew chapter 16, ആമേൻ മത്തായിയുടെ സുവിശേഷം 16 അധ്യായം 9 and 10 says, 9 10 ഇപ്രകാരം പറയുന്നു. oh, you know the story before that. ആമേൻ അതിന് മുമ്പുള്ള Listen ചരിത്രം this. നമുക്ക് I know അറിയാം. you have to read Bible. I know. ആമേൻ നിങ്ങൾ വചനം വായിച്ചില്ല എനിക്കറിയാം. It was a busy morning today. ആമേൻ ഇന്ന് വളരെ തിരക്കേറിയ പകലായിരുന്നു. Come on, I know you didn't read and you want to read. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ വായിക്കാൻ ആഗ്രഹമുണ്ടെന്നറിയാം. But just wait for a few പക്ഷേ minutes. അല്പനിമിഷം ഒന്ന് കാത്തിരിക്കുക. What happened here? ഇവിടെ എന്താ സംഭവിച്ചത്? Jesus speaking onto the mountain. ആമേൻ ഇതാ ജനക്കൂട്ടത്തോട് യേശു A സംസാരിക്കുകയാണ്. heavy crowd is there. ഒരു വലിയൊരു ജനക്കൂട്ടമുണ്ട്. They were all hungry. ആമേൻ അവർ വിശന്നിരിക്കുകയാണ്. Jesus said, we cannot send them like this. ആമേൻ യേശു പറഞ്ഞു ഇവരെ ഇങ്ങനെ മടക്കി അയക്കുവാൻ As കഴിയില്ല. disciples, provide them food. ആമേൻ ശിഷ്യന്മാരോട് പറഞ്ഞു അവർക്ക് ഭക്ഷിക്കുവാൻ A കൊടുക്കുവിൻ. little boy brought 5 loaves and 2 fishes. ഒരു ചെറിയ ബാലകൻ 5 അപ്പവും 2 മീനും കൊണ്ടുവന്നു. Jesus took that loaves and fishes, ആമേൻ കർത്താവായ യേശു ക്രിസ്തു അപ്പവും മീനും എടുത്ത് gave thanks, ആമേൻ സ്തോത്രം and ചൊല്ലി said, distribute it to them. എന്നിട്ട് അവർക്ക് കൊടുത്ത് ഇത് പങ്കിടുവാൻ പറഞ്ഞു. Oh, that was a huge crowd. അതൊരു വലിയ ജനക്കൂട്ടമായിരുന്നു. 5,000 just men. ആമേൻ 5000 പുരുഷന്മാർ തന്നെ There were ഉണ്ടായിരുന്നു. women and children who were not numbered. ആമേൻ അവിടെ എണ്ണപ്പെടാത്ത സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. And more than 5,000 people. ആമേൻ 5000-ൽ പരം ആൾക്കാരുണ്ട്. 5 loaves and 2 fishes. 5 അപ്പവും 2 മീനും മാത്രമേ ഉള്ളായിരുന്നു. Jesus distributed them that. ആമേൻ യേശു ക്രിസ്തു അതിനെ And വിഭജിക്കുവാനിടയായി. after everyone were filled up, ആമേൻ എല്ലാവരും തിന്ന് തൃപ്തരായതിനു ശേഷം Jesus said, കർത്താവ് പറഞ്ഞു go and gather the leftovers. ആമേൻ ഇനി ബാക്കി വന്നത് സംരക്ഷിക്കെടുക്കുക. Gather the leftovers. ആമേൻ ബാക്കി വന്നത് പറക്കിയെടുക്കുക. Put it in a basket. ആമേൻ അതൊരു കൊട്ടയിൽ എടുക്കുക. Don't throw. അതിന് കളയരുത്. Carry the basket. ആമേൻ ആ കൊട്ടകൾ എടുക്കുക. Again, 12 baskets. അവിടെ 12 കൊട്ട ശിക്ഷിക്കുവാനിടയായി. Carry the baskets. ആ 12 കൊട്ട എടുക്കുക. And when they carried, അത് എടുത്തപ്പോൾ Bible, the next verse says, ആമേൻ വചനത്തിൽ അടുത്ത വാക്യം പറയുന്നത് after the miracle, ആ അത്ഭുതത്തിന് Jesus ശേഷം said, let's get into a boat. ആമേൻ നമുക്ക് ഒരു പടകിൽ കയറാം. Let's start the life journey together. നമുക്ക് ഒരുമിച്ച് ജീവിത പടക് ആരംഭിക്കാം. You got a good crash course of healing. ആമേൻ അത്ഭുതത്തിന്റെ ഒരു നല്ലൊരു കോഴ്സിൽ കൂടി നിങ്ങൾ A കടന്നുപോയി. miracle crash course of miracles. ആമേൻ അത്ഭുതം കാണുന്നതിന്റെ ഒരു
ഒരു കോഴ്സിൽ കൂടി നിങ്ങൾ കടന്നുപോയി. right? A miracle course. ആമേൻ. മിറക്കിളിന്റെ ഒരു പഠനത്തിൽ കൂടി Now കടന്നുപോയി. let's live the life. ഇനി നമുക്ക് ജീവിതം They ആരംഭിക്കാം. went on a boat. അവരൊരു പടകിൽ കയറി. Heavy storm. ആമേൻ. കൊടുങ്കാറ്റടിച്ചു. Big waves. ആമേൻ. തിരമാലകൾ ആർത്തുരമ്പി. And Jesus sleeping. അവിടെ യേശു ഉറങ്ങുകയാണ്. The master, after giving a crash course, is sleeping. ആമേൻ. പഠനം കൊടുത്തതിനു ശേഷം ഇതാ കിടന്നുറങ്ങുകയാണ്. And listen what's happening. അവിടെ എന്താണ് സംഭവിക്കുന്നത്? Disciples started crying out. ആമേൻ. ശിഷ്യന്മാർ നിലവിളിക്കാൻ തുടങ്ങി. Someone went and woke up Jesus. ആരോ ചെന്ന് യേശുവിനെ തട്ടി ഉണർത്തി. Who would sleep like this? ആമേൻ. ആരാണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നത്? ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നോ? ആമേൻ. Can you sleep like this? We heard about Kumbhakaran. ആമേൻ. But we never saw a person like Kumbhakaran. Is a Hindu mythology where he sleeps a lot. ആമേൻ. കുംഭകർണൻ ഹിന്ദു കഥയിൽ ഉറങ്ങുന്ന ഒരു വ്യക്തിയാണ്. Yeah, so we know Kumbhakaran. ആമേൻ. ഇങ്ങനെ അപ്രകാരം ഒരു വ്യക്തിയെ But ഞങ്ങൾക്കറിയാം. who are you? പക്ഷേ അങ്ങാരാണ്? Man, we are drowning. ഞങ്ങൾ ഇവിടെ മുങ്ങിപ്പോകുകയാണ്. Are you not concerned? ആമേൻ. ഇതിൽ നിങ്ങൾ അങ്ങക്ക് ചിന്തയില്ലയോ? We are dying. ഞങ്ങൾ മരിച്ചു പോകാൻ പോവുകയാണ്. Waking up Jesus' heart. യേശുവിനെ തട്ടി ഉണർത്തുകയാണ്. ആമേൻ. ഉറങ്ങുന്ന ഒരാളിനെ ഉണർത്താൻ പറ്റും. ആമേൻ. ഉറക്കം നടിക്കുന്ന ഒരാളിനെ ഉണർത്താൻ We can wake up a person who is sleeping, but it is hard to wake up a person who pretends to be sleeping. ഇവിടെ ഭയങ്കര പ്രശ്നം. Amen. Here is a great problem. Jesus got up. Amen. യേശു എഴുന്നേറ്റു. He said, "Storm, be still. Amen. കാറ്റേ അടങ്ങുക. Waves, obey and be still." കടലേ ശാന്തമാകുക. Everything was calm and still. എല്ലാം അടങ്ങുവാനിടയായി. And then this is what Jesus asked to disciples. എന്നിട്ട് ഇതാകുന്നു ശിഷ്യന്മാരോട് യേശു ചോദിച്ചത്. Come on, let's read together. ചേർന്ന് നമുക്കത് വായിക്കാമോ? Do you not yet understand or remember the 5 loaves of 5,000 and how many baskets you took up? Nor the 7 loaves of the 4,000 and how many large baskets you took up? Amen. ഓണത്തിനിടയിൽ പൂട്ടുകച്ചവടം എന്ന് പറഞ്ഞ ഇതൊക്കെയല്ലേ? What are we talking here? ഇവിടെ എന്താണ് സംസാരിക്കുന്നത്? We are talking about storm. ഞങ്ങൾ കാറ്റിനെ കുറിച്ചാണ് We are സംസാരിക്കുന്നത്. talking about waves. ഇത് കടലിനെ കുറിച്ച് We are talking about death. ആമേൻ. മരണത്തെ കുറിച്ച് What സംസാരിക്കുകയാണ്. are you telling us? അപ്പോൾ എന്താണ് തിരിച്ച് ഇങ്ങോട്ട് ഒരു പറയുന്നത്? കോണ്ടെക്സ്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നത്. ആമേൻ. Don't speak without a context. What are you talking? എന്താണ് You are പറയുന്നത്? talking basket. ആമേൻ. ഇതാ കൊട്ടയെ കുറിച്ച് Who പറയുന്നത്. cares basket? Now we are dying. ആമേൻ. ഇവിടെ മരിക്കാൻ പോവുകയാണ്. അപ്പോൾ ആരാണ് കൊട്ടയെ We are കുറിച്ച്? dying here. You calling baskets? ആമേൻ. ഞങ്ങൾ മരിക്കാൻ പോകുമ്പോൾ ഇവിടെ കൊട്ടയെ കുറിച്ചാണ് പറയുന്നത്. Jesus is saying, ആമേൻ. യേശു പറയുകയാണ്. it's not about the loaves. ആമേൻ. ഇത് എത്ര അപ്പം എന്നല്ല. It's not about the fish. ആമേൻ. എത്ര മീനുണ്ടെന്നല്ല. Why I made you to carry that. പക്ഷേ ഇത് എടുക്കാൻ ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞെന്നറിയാമോ? When the life storms hit hard, ജീവ പടകിൽ നേരെ കാറ്റടിക്കുമ്പോൾ the one who has helped you ആമേൻ. നിങ്ങളെ സഹായിച്ചവൻ in the midst of your hunger, ആമേൻ. നിങ്ങളുടെ വിശപ്പിന്റെ in the നടുവിൽ midst of your സഹായിച്ചവൻ. poverty, നിങ്ങളുടെ ദാരിദ്ര്യത്തിന് in the നടുവിൽ midst of your rejection, നിങ്ങളുടെ തിരസ്കരണത്തിന് നടുവിൽ when I did a miracle, ഞാനൊരു അത്ഭുതം ചെയ്തപ്പോൾ it was not barely enough. അത് നിങ്ങൾക്ക് തൃപ്തി ഏതാണ്ടാവുന്നതല്ല. No, it was not barely enough. ആമേൻ. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും It തൃപ്തിപ്പെടുത്തുകയില്ല. was more than enough. അത് സംതൃപ്തിയാണ്. More than enough. അധികം ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമോ എന്ന്? എത്ര പേർക്ക് സ്തുതിക്കാൻ പറ്റുമോ? It was not barely enough. It was more than enough. ആമേൻ. അധികം Rabba സംതൃപ്തിയോടെയായിരുന്നു. Somebody need to praise God. Come on. Somebody need to praise God today. Hallelujah. When the hand of God comes, when the miracle of God comes, it is not barely enough. അമർത്തി കുലുക്കി സ്വർഗത്തിന്റെ കിവാടങ്ങൾ തുറന്ന് നിറച്ചു നൽകി തരുവാൻ നിറച്ചു നൽകി തരുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. തകർച്ചയുടെ മധ്യത്തിൽ, ഇല്ലായ്മയുടെ മധ്യത്തിൽ, പര്യാപ്തമല്ലാത്ത മധ്യത്തിൽ എന്റെ ദൈവത്തിലേക്ക് നോക്കിയാൽ അവൻ ഒന്ന് നിന്നെ അനുഗ്രഹിച്ചാൽ മറ്റുള്ളവരുടെ വിശപ്പും തൃപ്തികരിക്കും. മറ്റ് പലരുടെയും വിശപ്പ് തൃപ്തികരിക്കും. നിന്റെയും നിന്റെ കുടുംബത്തിനെ വിശപ്പ് തൃപ്തികരിക്കും. അടുത്ത തലമുറയ്ക്ക് കൊണ്ടുപോകാനുള്ളതും അവൻ നിന്റെ കരത്തിൽ തരുവാൻ ശക്തനായ ദൈവമാണ്. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തോത്രം ചെയ്യൂ. What is needed for the next generation as well? Believe it. Give the Lord a mighty shout of praise.
God, the Spirit of the Lord says, ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നു, when I bless you, ഞാൻ നിന്നെ when അനുഗ്രഹിക്കുമ്പോൾ, I will lay my hand, ഞാൻ എന്റെ കരം വെക്കുമ്പോൾ, I just want you to lift that 5 loaves. ആമേൻ, ആ 5 അപ്പം ഒന്ന് എടുത്താൽ മതി. Oh, that limited one. ആമേൻ, ആ കുറഞ്ഞ Just അല്പമായത്, lift that limitation. ആ അല്പം ഒന്ന് ഉയർത്തുവാൻ My കഴിയുമോ? God says, ആമേൻ, ദൈവം I പറയുകയാണ്, will lay my hand. ആമേൻ, ഞാൻ എന്റെ കരം I'm going to bless you. ഞാൻ അതിനെ When അനുഗ്രഹിക്കും. I bless, ഞാൻ അനുഗ്രഹിക്കുമ്പോൾ, I don't need anybody with there. ആമേൻ, അത് ആരും വേണ്ട. I don't need any human intervention. ആമേൻ, അതിന്റെ നടുവിൽ ഒരു മനുഷ്യന്റെ Can I സഹായം speak to your ആവശ്യമില്ല. life today? നിങ്ങളുടെ ജീവിതത്തെ നോക്കി ഒന്ന് Can വിളിച്ചു I speak പറയട്ടെ. this prophetic utterance to you? പ്രവചനിക ശബ്ദത്തിൽ വിളിച്ചു Looking പറയട്ടെ. unto you. നിങ്ങളെ നോക്കിക്കൊണ്ട് In the midst of your limitation, നിങ്ങളുടെ പരിമിതിയിൽ in the midst നിൽക്കുമ്പോൾ, of that boundary, നിങ്ങളുടെ ആ ചുറ്റുവട്ടത്തിൽ നിന്ന്, barely enough. ആമേൻ, നിനക്ക് പരിമിതി അത് I speak ആവശ്യം the word പോലുമില്ല. today. ഇന്ന് നിങ്ങളോട് വചനം If പ്രഖ്യാപിക്കുന്നു. my God can feed 5,000 with 5 loaves, 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കാമെങ്കിൽ, and that leftover can be for the generations. അടുത്ത തലമുറയ്ക്ക് വേണ്ടി ബാക്കി വന്നതുണ്ടെങ്കിൽ, Can I speak to you today? നിങ്ങളോടൊന്ന് വിളിച്ചു പറയട്ടെ. It's the same God here. അതേ ദൈവം ഇവിടെ ഉണ്ട്. In Old Testament, പഴയ നിയമത്തിൽ, oh, the stones were speaking about how God took care of you. ആമേൻ, എപ്രകാരം ദൈവം സംസാരിച്ചു, How- അവരെ കാത്തു പരിപാലിച്ചു എന്ന് how God കല്ല് പറയുന്നു. carried you. ദൈവം എങ്ങനെ നിങ്ങളെ ചുമന്നു എന്ന് കാണിക്കുന്നു. But in New Testament, പക്ഷെ പുതിയ നിയമത്തിൽ, basket speaks, ആമേൻ, ആ കൊട്ട പറയുന്നത്, I will provide for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുകയും I ചെയ്യും. will provide for ഞാൻ you. തീർച്ചയായിട്ടും I provide will ചെയ്യും. provide for your family. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കരുതും. I will provide for your children. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതും. I will provide for generations. ആമേൻ, അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഞാൻ കരുതും. Can somebody praise God എത്ര today? പേർക്ക് ആ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും? Oh, can you receive that word today? അതൊന്ന് ഏറ്റെടുക്കുവാൻ Can കഴിയുമോ? I speak this prophecy over you? ആമേൻ, നിങ്ങളുടെ മീതെ ഈ പ്രവചനം ഞാൻ If പറയുകയാണ്. you trust this ഈ God, ദൈവത്തിൽ ഒന്ന് ആശ്രയിക്കുമെങ്കിൽ, He's not the God of bare enough, ആമേൻ, അല്പത്തിലുള്ള ദൈവമല്ല. God of more than enough. ആമേൻ, നിങ്ങൾക്ക് വേണ്ടുവോളം നൽകി തരുന്ന Hey, come on, church, hallelujah. ഹല്ലേലൂയ. Not the God of bare enough, ആമേൻ, വളരെ ചുരുക്കമായിട്ടുള്ള not ദൈവമല്ല. the God of bare enough. ആമേൻ, വളരെ I'm ചുരുക്കത്തിൽ speaking to you in മാത്രമല്ല. the name of Jesus. യേശുവിൻ നാമത്തിൽ നിങ്ങളോട് I'm തന്നെ speaking to you in the സംസാരിക്കുന്നത്. name of Jesus. യേശുവിൻ നാമത്തിൽ My നിങ്ങളോട് God തന്നെയാണ്. is not a God of bare enough. ആമേൻ, വളരെ ചുരുക്കമായുള്ള ദൈവമല്ല. Can I prophesy to you? നിങ്ങളോട് വിളിച്ചു പറയട്ടെ. It's not about how much you have. നിങ്ങൾക്ക് എത്ര ഉണ്ടെന്നല്ല. It's not about what you have. നിങ്ങൾക്ക് എന്തുണ്ടെന്നല്ല. It's about what my God എന്റെ has. ദൈവത്തിന് എന്തുള്ളതാണ്. The stone said, ആമേൻ, the stone ഈ said, കല്ലുകൾ വിളിച്ചു പറയുന്നു, God bought us gold. ദൈവം ഇത്രത്തോളം കൊണ്ടുവന്നു. Basket said, ഈ കൊട്ടകൾ വിളിച്ചു പറയുന്നു, God gave us more than enough. ആവശ്യത്തിനും അധികമായി ദൈവം ഞങ്ങൾക്ക് കരുതി എന്ന് somebody വിളിച്ചു പറയുന്നു. praise God? എത്ര പേർക്ക് ദൈവത്തെ Can സ്തുതിക്കാൻ somebody കഴിയും? praise God? എത്ര പേർക്ക് ഈ ദൈവത്തെ സ്തുതിക്കുവാൻ Both കഴിയും? the stones ആമേൻ, ഈ കല്ലും and the basket, ഈ കൊട്ടയും these are for generations. ഇത് അടുത്ത തലമുറകൾക്ക് വേണ്ടിയുള്ളതാണ്. Joshua said, യോശുവ പറഞ്ഞു, when your children who will grow up, ആമേൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ one day they will ask, അവർ ഒരു ദിവസം ചോദിക്കും, why you carry these stones? എന്തിനു വേണ്ടിയാണ് ഈ കല്ലുകൾ ചുമന്നത്? Why you are carrying this black book? ആമേൻ, എന്തിനു വേണ്ടിയാണ് ഈ കറുത്ത ഏത് പുസ്തകം നിങ്ങൾ ചുമക്കുന്നത്? Mark my words. ആമേൻ, എന്റെ വാക്കുകൾ നിങ്ങൾ എഴുതി വെച്ചോ. In next 10 years, അടുത്ത 10 വർഷത്തിൽ your kids don't even know that there's a book like this exists. ആമേൻ, ഇപ്രകാരം ഒരു പുസ്തകം ഉണ്ടെന്ന് പോലും കുഞ്ഞുങ്ങൾ They അറിയില്ല. will only know the app. ആമേൻ, അവർക്ക് ഈ ആപ്പ് മാത്രമേ അറിയത്തുള്ളൂ. That's good. കുഴപ്പമില്ല. That's fine. But it's always to carry this Bible. പക്ഷേ ഈ വചനം ചുമക്കുന്നത് എപ്പോഴും നല്ലതാണ്. I അനുഗ്രഹമാണ്. always preach from this. ഞാൻ എപ്പോഴും ഈ ഐപാഡ് നോക്കിയാണ് Yeah, പ്രസംഗിക്കുന്നത്. I want this with me. ആമേൻ, ഈ ഐപാഡ് എനിക്ക് ആവശ്യമാണ്. But carry this. പക്ഷേ ഇതും ഉടന്ന് ചുമക്കുവാൻ One കഴിയും. time your children will ask, ഒരു ദിവസം നോക്കി ഈ കുഞ്ഞുങ്ങൾ ചോദിക്കും, Dada, why do you carry this old book? ആമേൻ, എടാ, എന്തിനാണ് ഈ പഴയ പുസ്തകം ചുമക്കുന്നത്? Everything is so old. ആമേൻ, അതെല്ലാം വളരെ പഴഞ്ചനാണ്. Nothing is there. അത് ഒന്നുമില്ലല്ലോ. Tell them, അവരോട് വിളിച്ചു പറയണം, we have a story. ആമേൻ, ഒരു ചരിത്രമുണ്ട്. We have a story. ഞങ്ങൾക്ക് പറയുവാൻ ഒരു Your ചരിത്രമുണ്ട്. dad and mom, they lived in a village. ആമേൻ, നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു ഗ്രാമത്തിലായിരുന്നു. We had a small house. ആമേൻ, ഒരു ചെറിയ ഭവനമേ ഉള്ളായിരുന്നു. We didn't have enough roads. അവിടെ അധികം വഴികളൊന്നുമില്ലായിരുന്നു. We used to go on bullock carts. ആമേൻ, കാളവണ്ടിയിലാണ് സഞ്ചരിച്ചത്. We didn't have tube wells. ആമേൻ, ഞങ്ങൾക്കാണെങ്കിൽ നല്ല There കിണറൊന്നുമില്ല. was something called well that we used to draw water. ആമേൻ, കപ്പിയും കയറും കൊണ്ട് കോരുന്ന വെള്ളം മാത്രമേ We didn't know ഉള്ളായിരുന്നു. what is computer. ആമേൻ, കമ്പ്യൂട്ടർ എന്താണെന്ന് അറിയത്തില്ലായിരുന്നു. We were not that great with language orientation. ആമേൻ, നല്ല ഭാഷ പ്രാവീണ്യം
പ്രാവീണ്യമൊന്നുമില്ലായിരുന്നു. We had that tuta futa Malayalam and tuta futa Hindi. ആമേൻ, അല്പസ്വല്പം ഹിന്ദിയും മലയാളം മാത്രം അറിയായിരുന്നു. From there, അവിടുന്ന് നിന്ന് this God ഈ ദൈവം brought us to this land. ആമേൻ ഈ ദേശത്ത് കൊണ്ടുവന്നു. When we came to Jordan, ആമേൻ, യോർദാനിൽ വന്നപ്പോൾ we don't know what is NCLEX. ആമേൻ, എൻക്ലസ് എന്താണെന്ന് We അറിയത്തില്ലായിരുന്നു. don't know what is NCLEX. എൻക്ലസ് എന്താണെന്ന് We don't know അറിയത്തില്ലായിരുന്നു. what is engineering. ആമേൻ, എഞ്ചിനീയറിംഗ് എന്താണെന്ന് We don't know what is അറിയത്തില്ലായിരുന്നു. H1B. ആമേൻ, H1B എന്താണെന്ന് We don't know what അറിയത്തില്ലായിരുന്നു. is L1 and L2. L1 L2 എന്താണെന്ന് T and അറിയത്തില്ലായിരുന്നു. visa, we didn't know. ആമേൻ, വിസ എന്താണെന്ന് But അറിയത്തില്ലായിരുന്നു. God brought us. പക്ഷേ ദൈവം നടത്തി. Not by might, ആമേൻ, സൈന്യത്താലല്ല, not by power, ശക്തിയാലല്ല, but by the Spirit of the Lord. ദൈവത്തിന്റെ ആത്മാവിനാൽ. When you say hash posh English, ആമേൻ, ഇന്ന് വലിയ ഇംഗ്ലീഷ് പറയും. when you say hash posh ഇന്ന് English, വലിയ ഇംഗ്ലീഷ് there പറയുമ്പോൾ was someone who sacrificed, പക്ഷേ ഇതിനെ ഈ ത്യാഗം someone who went through the Jordan, യോർദാനിൽ കൂടി somebody who went through the Jordan. യോർദാനിൽ കൂടി We കടന്നുപോയവരുണ്ട്. picked those stones, അവർ ഈ കല്ലുകൾ and ചുമന്ന് these stones say, ഈ കല്ലുകൾ പിഴയും. when you say hash posh English, നിങ്ങൾ വലിയ ഇംഗ്ലീഷ് പറയുമ്പോൾ when you have the many licenses, ആമേൻ, ഒരുപാട് ലൈസൻസുകൾ when you have different cars, നിങ്ങൾ പല വാഹനങ്ങളുള്ളപ്പോൾ somebody crossed the Jordan. ആമേൻ, ഇതിൽ യോർദാൻ കടന്ന ചിലരുണ്ട്. We will show the basket. ആമേൻ, ഈ കൊട്ട കാണിക്കുമ്പോൾ Mone, we didn't have enough money to eat. ആമേൻ, കഴിക്കുവാൻ ആ പൈസ പോലും ഇല്ലാതിരിക്കുമ്പോൾ There was a time people used to go to dine to different restaurants. ആമേൻ, പല വ്യത്യസ്ത റെസ്റ്റോറന്റിൽ കഴിക്കുവാൻ പോകുന്ന സമയമുണ്ടായിരുന്നു. We didn't have money. അപ്പോൾ ഞങ്ങൾക്ക് പൈസ ഇല്ലായിരുന്നു. And then we didn't go. We skipped the restaurants. ആമേൻ, റെസ്റ്റോറന്റിൽ പോകുന്നത് ഞങ്ങൾ മാറ്റി After വെക്കും. Sunday worship, many will go to restaurants. ആമേൻ, ഞായറാഴ്ച ആരാധനയ്ക്ക് ശേഷം ഒരുപാട് പേര് റെസ്റ്റോറന്റിലേക്ക് പോകും. Many of times you might have gone home. ആമേൻ, പലപ്പോഴും നിങ്ങൾ അതിന് പകരം You ഭവനത്തിലേക്ക് didn't പോകും. have enough money to buy a McDonald's. ആമേൻ, ഒരു മക്ഡൊണാൾഡ്സ് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലായിരിക്കും. But today, പക്ഷേ ഇന്ന് show the basket. ആമേൻ, ആ കൊട്ടയൊന്ന് My ചൂണ്ടിക്കാണിക്കുക. God was not bare enough. ആമേൻ, എന്റെ ദൈവം അല്പമല്ല തന്നത്. Bare enough, no. ആമേൻ, അല്പമല്ല തന്നത്. More than enough. ആമേൻ, സംതൃപ്തിയായി. Come on, somebody to praise God. Young kids, young children. ഈ യുവനക്കാരെ, You have not seen our Jordan. ആമേൻ, ഞങ്ങളുടെ യോർദാൻ നിങ്ങൾ കണ്ടിട്ടില്ല. But mark my words. പക്ഷേ എന്റെ വാക്ക് കുറിച്ചിട്ടോ. Write down in your diary. ആമേൻ, എഴുതി വെച്ചോ. Your Jordan is coming. ആമേൻ, നിങ്ങളുടെ യോർദാൻ വരുന്നുണ്ട്. God will give you a Jordan. തീർച്ചയായിട്ടും ദൈവം ഒരു യോർദാൻ You know തരും. why? എന്തിനു വേണ്ടിയെന്നറിയാമോ? You also need a stone നിങ്ങൾക്കും ചുമക്കേണ്ട ഒരു കല്ലുണ്ട്. so that you can pass it to the next ആമേൻ, generation. അടുത്ത തലമുറയ്ക്ക് You കൊടുക്കുവാൻ also need a വേണം. basket നിങ്ങൾക്കും കൊട്ട that you ആവശ്യമാണ്. will pass it on to your generation. അടുത്ത നിങ്ങളുടെ തലമുറയെ കാണിക്കുവാൻ. Your generation will be different. ആമേൻ, നിങ്ങളുടെ അടുത്ത തലമുറ വ്യത്യസ്തമായിരിക്കും. Oh, this is a different generation. ആമേൻ, ഇതൊരു വ്യത്യസ്ത A തലമുറയാണ്. generation is coming. പക്ഷെ വേറൊരു തലമുറ വരുന്നുണ്ട്. We can show you one basket and it's good enough. ആമേൻ, ഞങ്ങൾ ഒരു കൊട്ട കാണിക്കുന്നത് മതി. You might need to show 10 baskets. പക്ഷെ നിങ്ങൾ 10 ചിലപ്പോൾ കൊട്ട You കാണിക്കേണ്ടി might വരും. have to show 12 stones. ആമേൻ, നിങ്ങൾ 12 കൊട്ട കാണിക്കേണ്ട That ആവശ്യം വരും. generation is coming. ആ തലമുറ ആദ്യം വരുന്നു. But my God is still the same. പക്ഷെ എന്റെ ദൈവം അപ്പോഴും He's the same അനന്യനത്രേ. yesterday, today and forever. ഇന്നലെയും ഇന്നും എന്നേക്കും This അനന്യനായ is talking to the ദൈവം. future generation. ആമേൻ, ഭാവിയിലുള്ള തലമുറകളോട് വിളിച്ചു When പറയുന്നു. they ask, what does this mean? ഇതെന്ത് പറയുന്നു എന്ന് പറയുമ്പോൾ Tell them the stone speaks the testimony of God's providence. ആമേൻ, ദൈവത്തിന്റെ കരുതലിന്റെ സാക്ഷ്യമാണ് ഈ കല്ലുകൾ വിളിച്ചു പറയുന്നത്. Amen. ആമേൻ. Your testimony is not just yours. ആമേൻ, നിങ്ങളുടെ സാക്ഷ്യം നിങ്ങളുടേത് മാത്രമല്ല. The basket is not just for you. ആമേൻ, ഈ കൊട്ടകൾ നിങ്ങൾക്ക് വേണ്ടി The മാത്രമല്ല. stone is not just for ഈ you. കല്ലുകൾ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല. This is for future ഇത് generation. ഭാവി തലമുറകൾക്ക് How many of you, വേണ്ടിയാണ്. I say amen to എത്ര this? പേർക്ക് ആമേൻ എന്ന് പറയാൻ Hallelujah. കഴിയും? In Old Testament, പഴയ നിയമത്തിൽ they carried the stones. അവര് കല്ലുകൾ In ചുമന്നുകൊണ്ടുപോയി. New Testament, പുതിയ നിയമത്തിൽ they carried the basket. അവർ ഈ കൊട്ടകളാണ് എടുത്തത്. But today in church, പക്ഷേ ഇന്ന് സഭയിൽ we carry both. നമ്മൾ ഇത് രണ്ടും വഹിക്കും. The stone of testimony. ആമേൻ, സാക്ഷ്യത്തിന്റെ കല്ലുകൾ. The stone of testimony. ആമേൻ, സാക്ഷ്യത്തിന്റെ കല്ലുകൾ. And the basket of providence. ആമേൻ, ദൈവത്തിന്റെ കരുതലിന്റെ In കൊട്ടകളോ. Jesus' name, യേശുവിൻ നാമത്തിൽ we have access to both. ആമേൻ, ഇത് രണ്ടും Come നമുക്കുണ്ട്. on, come on, come on. We have access to both. ഇത് രണ്ടും നമുക്ക് കൈവശമുണ്ട്. Hallelujah. ഹല്ലേലൂയ. The cancer he healed. ആമേൻ, നിങ്ങളെ സൗഖ്യമാക്കിയ ക്യാൻസർ. The tumor that disappeared. ആമേൻ, മാഞ്ഞുപോയ ട്യൂമറുകൾ. The depression he lifted up. ആമേൻ, നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയ ഡിപ്രഷൻ. The sin he delivered from. ആമേൻ, നിങ്ങളെ വിടുവിച്ച പാപം. The door that he opened. ആമേൻ, നിങ്ങൾക്ക് വേണ്ടി തുറന്നു തന്ന The വഴികൾ. river he parted. ആമേൻ, നിങ്ങൾക്ക് വേണ്ടി വഴിമാറി തന്ന How many of you have that ചങ്ങലകൾ. testimony today? എത്ര പേർക്ക് അപ്രകാരമുള്ള How സാക്ഷ്യമുണ്ട്? many of you have that testimony എത്ര today? പേർക്ക് അപ്രകാരമുള്ള The സാക്ഷ്യമുണ്ട്? thyroid disappeared. ആമേൻ, നിങ്ങളുടെ മാഞ്ഞുപോയി. The cancer that was so serious. ആമേൻ, ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ക്യാൻസറുകൾ. God brought you out of that. അതിൽ നിന്ന് ദൈവം പുറത്തു കൊണ്ടുവന്നു. The addiction disappeared. ആമേൻ, നിങ്ങൾക്കുള്ള അഡിക്ഷൻ മാഞ്ഞുപോയി.
The sin disappeared ആമേൻ പാപങ്ങൾ മാഞ്ഞുപോയി by grace alone. അത് ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ് That is for the future generation. അത് അടുത്ത തലമുറക്ക് But I വേണ്ടിയാണ് want to tell you what's the more important thing. ആമേൻ അതിലും പ്രാധാന്യമായ ഒരു കാര്യം വിളിച്ചു Let me പറയട്ടെ take you to the most important thing. ആമേൻ ഏറ്റവും പ്രാധാന്യമായ വസ്തുതയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ It's not about stones. ആമേൻ ഇത് കല്ലുകൾ മാത്രമല്ല It's not about baskets. ആമേൻ ഈ കൊട്ടകളുമല്ല Stone has no power of its own. ആമേൻ കല്ലുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ശക്തിയില്ല Basket has no power of its own. കൊട്ടകൾക്കും അതിൻ്റെതായിട്ടുള്ള ശക്തിയില്ല It is the presence of the Lord, ആമേൻ both in stone and the basket. കല്ലിലും കൊട്ടയിലുമുള്ള ദൈവ സാന്നിധ്യത്തിലാണ് കാര്യം The presence of the Lord. ആമേൻ ദൈവത്തിന്റെ സാന്നിധ്യത്തിലാണ് I want you all to know this. ആമേൻ നിങ്ങൾ എല്ലാവരും ഈ ഒരു കാര്യം Calvary, we are entering into a new season. ആമേൻ കാൽവറി സഭ നമ്മൾ ഒരു പുതിയ We might see കാലഘട്ടത്തിലേക്ക് many challenges. നമ്മുടെ മുമ്പിൽ ഒരുപാട് വെല്ലുവിളികൾ വന്നേക്കാം But can I call you? പക്ഷെ നിങ്ങളെ ഒന്ന് വിളിക്കട്ടെ Instead of being puzzled, ആമേൻ നാം എന്താണെന്ന് instead of അറിയാതെ being confused, കൺഫ്യൂസ്ഡ് ആയിരിക്കാതെ carry the stones, ആമേൻ ഈ കല്ലുകൾ എടുക്കുക carry the basket. ആമേൻ കൊട്ടകളും വഹിക്കുക Because both of this will show one thing. പക്ഷേ ഈ കാരണം ഈ രണ്ട് കാര്യം ഒരു The കാര്യത്തിൽ presence കാണിക്കുന്നു of God is with you. ആമേൻ ദൈവിക സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് What is the presence? എന്താണ് ഈ ദൈവിക The സാന്നിധ്യം presence is that Holy Spirit that is with us. ആമേൻ നമ്മുടെ കൂടെയുള്ള ആ പരിശുദ്ധാത്മാവാണ് On cross, ആ കാൽവറി ക്രൂശിൽ Jesus died for us. നമുക്ക് വേണ്ടി യാഗമായി And his provision is both the stones and the basket. ആമേൻ ദൈവിക കരുതൽ ആ കല്ലിലും ആ കൊട്ടയിലുമുണ്ട് It is through that cross പക്ഷേ ആ ക്രൂശിൽ കൂടി we have access to stone and the basket. നമുക്ക് ആ കല്ലിലും നമുക്ക് ആ കൊട്ടയും നമുക്ക് ആക്സസ് Look ഉണ്ട് onto the cross of ആ Calvary. കാൽവറി ക്രൂശിലേക്ക് നമുക്ക് നോക്കുവാൻ കഴിയുമോ Jesus loves you. യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു Jesus loves you. യേശു കർത്താവ് നിങ്ങളെ Can സ്നേഹിക്കുന്നു we look unto the ആ cross? കാൽവറി ക്രൂശിലേക്ക് നോക്കുവാൻ നമുക്ക് കഴിയുമോ He says, എന്നിട്ട് പറയുന്നു I will help you to cross the Jordan. അവൻ യോർദാൻ കടക്കുവാൻ ഞാൻ സഹായിക്കും That is what I will carry you. ആമേൻ അതാകുന്നു ഞാൻ നിങ്ങളെ വഹിക്കുന്ന അനുഭവം And then അതിനുശേഷം I look unto that cross. ആമേൻ പിന്നെ ആ ക്രൂശിലേക്ക് നോക്കുക There is a provision. അവിടെ ഒരു കരുതലുണ്ട് Not bare enough, ആമേൻ അത് അല്പമായ കരുതലല്ല but more than enough. പക്ഷെ അധികമായ ഉള്ള ഒരു Can somebody കരുതലാണ് look unto the Lord? ആമേൻ ഇന്ന് ദൈവത്തെ നോക്കുവാൻ എത്ര പേർക്ക് How many കഴിയും of you lift up that stone today? ആമേൻ എത്ര പേർക്ക് ആ ഒരു കല്ല് വഹിക്കുവാൻ കഴിയും Can you lift up the basket? ആമേൻ ആ കൊട്ടകൾ ഒന്ന് ചുമക്കുവാൻ കഴിയുമോ God of miracle, ആമേൻ അത്ഭുതങ്ങളുടെ ദൈവം God of provision, ആമേൻ കരുതലുകളുടെ ദൈവം God of healing ആമേൻ സൗഖ്യത്തിന്റെ is ദൈവം still here. ഇന്ന് ഇവിടെ ഉണ്ട് How many of you can say that? എത്ര പേർക്ക് അത് പറയുവാൻ കഴിയും How many of you can say that? എത്ര പേർക്ക് അത് പറയുവാൻ കഴിയും How many of you can just look unto the Lord? എത്ര പേർക്ക് ആ ദൈവത്തെ ഒന്ന് നോക്കുവാൻ കഴിയും Can we just lift our eyes unto the Lord? നമ്മുടെ കണ്ണുകൾ ആ ദൈവത്തിലേക്ക് ഒന്ന് നോക്കുവാൻ That കഴിയുമോ cross is still there. ആ ക്രൂശ് ഇന്നുമുണ്ട് And still that cross speaks. ആമേൻ ഇന്നും ആ ക്രൂശ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് Would you just close your eyes? നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കുവാൻ As കഴിയുമോ surrendering yourself, നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിച്ചുകൊണ്ട് there is a testimony of God's ആമേൻ deliverance. ദൈവത്തിന്റെ വിടുതലിന്റെ ഒരു സാക്ഷ്യമുണ്ട് In Christ we can bring both the stones and ആമേൻ baskets. ക്രിസ്തുവിൽ നമുക്ക് ഈ കല്ലും കൊട്ടയും നമുക്ക് കൊണ്ടുവരാൻ Shall we കഴിയും all rise up in the presence of the ആയിരിക്കുന്ന Lord? ഇടങ്ങൾ നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ Amen. ആമേൻ I want you to close your eyes for a നിങ്ങളുടെ minute. കണ്ണുകൾ ഒരു നിമിഷം ഒന്ന് അടയ്ക്കുവാൻ കഴിയുമോ And the Spirit of the Lord is speaking to some people here. ആമേൻ ഇവിടെ ആയിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്നുണ്ട് Can you silently look into those spaces where you thought everything is gone? ആമേൻ സകലതും നഷ്ടമായി എന്ന ആ അനുഭവത്തിൽ അതൊന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കുവാൻ കഴിയുമോ Where you thought, I cannot go one more day. ഇനി ഒരു ദിവസം പോലും എനിക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയില്ല എന്ന് ചിന്തിച്ച സമയം Can you just remember that sickness that challenged your life? ആമേൻ നിങ്ങളുടെ ജീവിതത്തെ പോലും അപായപ്പെടുത്തിയ ആ രോഗത്തെ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാം Can you think of that time when you were going through that loneliness and rejection? ആമേൻ ഏകാന്തതയിലും തിരസ്കരണത്തിലും കൂടി കടന്നുപോയ നിമിഷം ഒന്ന് ഓർത്തെടുക്കുവാൻ കഴിയുമോ Can you remember that day when you were on deathbed taking your last breath? നിങ്ങൾ മരണക്കിടക്കയിൽ അവസാന ശ്വാസങ്ങളൊക്കെ എടുത്ത ആ നിമിഷം ഒന്ന് ഓർക്കുവാൻ കഴിയുമോ Somebody who is watching me online, ഓൺലൈനിൽ കൂടെ എന്നെ കാണുന്നവർ can you remember when doctor said no hope? ആമേൻ ഇനി ഒരു പ്രതീക്ഷ വേണ്ട എന്ന് പറഞ്ഞ ആ ഡോക്ടേഴ്സ് റിപ്പോർട്ട് നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുമോ We crossed Jordan. നമ്മൾ ആ യോർദാനൊക്കെ We കടന്നു crossed the Red Sea. ആമേൻ നാം ചെങ്കടൽ കടന്നു And then God brought us to the new land. ആമേൻ ഈ പുതിയ ദേശ ദൈവം Now എത്തിച്ചിരിക്കുകയാണ് God says, ഇപ്പോൾ ദൈവം പറയുന്നു I am the Lord of baskets also. ആമേൻ ഞാൻ കൊട്ടകളുടെ ദൈവം I കൂടിയാണ് will provide you enough. ഞാൻ കരുതുവാൻ Can somebody lift up their voice? എത്ര പേർക്ക് ആ ശബ്ദം ഒന്ന് ഉയർത്താൻ Can we give കഴിയും? a big hand to the ആ Lord? കരങ്ങളെ ചേർത്ത്